ഗസയിലേക്ക് അവശ്യ സാധനങ്ങളുമായി തിരിച്ച് ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില കപ്പൽ വ്യൂഹം ഗസയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സേന തടയുമെന്ന് പ്രഖ്യാപിച്ച പ്രദേശത്തിനടുത്തേക്കാണ് കപ്പൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കപ്പൽ വ്യൂഹത്തെ ആക്രമിക്കാനും അതിലെ പ്രവർത്തകരെ തടവിലാക്കാനും ഇസ്രായേൽ സേന തയ്യാറെടുക്കുകയാണ്. അതിനിടെ ഗസ യുദ്ധവിരാമം ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈമാറിയ 20 ദിന പദ്ധതി സംബന്ധിച്ച് ഹമാസ് നേതാക്കൾക്കിടയിൽ ചർച്ച പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി MCA നാസർ ദുബൈയിലും ചേരുന്നു. MCA, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഫ്ലോട്ടിലയുടെ വരവാണ്. രണ്ടാമത്തേത്, ഹമാസിന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് ഉറ്റുനോക്കുന്നു ലോകം. ഞാൻ രണ്ടാമത്തെ ചോദിക്കുകയാണ്, ഈ കാര്യത്തിലൊരു വെടിനിർത്തൽ കരാർ സാധ്യത, അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യപ്രായമാകാനുള്ള സാധ്യത എന്തുമാത്രമുണ്ട്? നിഷാദ്, വലിയ സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്ന 20 ദിന പദ്ധതികൾ ഇസ്രായേലിന്റെ മാത്രം താല്പര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. ആകെ പ്രതീക്ഷിക്കാവുന്ന ഒരൊറ്റ ഘടകം യുദ്ധം അവസാനിക്കും, അതോടൊപ്പം തന്നെ ഫലസ്തീനികൾക്ക് ഗസ വിടേണ്ടതില്ല എന്ന ആ ഒരു പോസിറ്റീവ് ഘടകങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശം ഉൾപ്പെടെ അവരുടെ എല്ലാ തീരുമാനവും എടുക്കുന്നത് പുറം രാജ്യങ്ങളും അമേരിക്കയുടെ മറ്റൊരു കോളനിയായിട്ട്, ഇസ്രായേലിന്റെ താല്പര്യങ്ങളുള്ള ഒരു കോളനിയായിട്ട് ഗസയെ മാറ്റുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. വൈറ്റ് ഹൗസിൽ നിന്ന് തിരിച്ചു വന്ന നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് സൈന്യം എന്തായാലും ഈ ഗസയിൽ തന്നെ തുടരും എന്ന ഒരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നെതന്യാഹു നടത്തിയിരിക്കെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ പദ്ധതിയുമായിട്ട് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ ഹമാസ് തയ്യാറാകുമെന്ന കാര്യം വളരെ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ എന്തായാലും 3 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിക്കാമെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ആ തീരുമാനം എതിരാണെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് തയ്യാറായിരിക്കാനാണ് ഇസ്രായേൽ നേതൃത്വവും അമേരിക്കയും ഇപ്പോൾ ഗസ നിവാസികൾക്കും ഫലസ്തീനും ഹമാസിനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും ലോകത്തിന്റെ രാജ്യങ്ങളുടെ ഏതാണ്ട് 40-ലധികം രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയുള്ള ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില ഇപ്പോൾ ഗസ സമുദ്രാതിർത്തിയിൽ നിന്നും 120 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇപ്പോൾ ഈ ചെറുയാനങ്ങളുടെ സംഘം എത്തിയിരിക്കുന്നത്. 500-ലധികം സന്നദ്ധ പ്രവർത്തകരാണ്. ഗ്രേറ്റ തുംബർഗ് ഉൾപ്പെടെയുള്ള നിരവധി അന്താരാഷ്ട്ര പ്രശസ്തരായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അവരെ തടയാനുള്ള കപ്പൽ വ്യൂഹം തയ്യാറാക്കി ഇസ്രായേൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ചെറുയാനങ്ങൾക്ക് നേരെ ഡ്രോണുകൾ അയക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി കൂടുതൽ ശക്തമായിട്ട് ഈ ചെറുയാനങ്ങൾ പിടിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ ഈ 500-ലധികം വരുന്ന സന്നദ്ധ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടക്കാനുമുള്ള ശക്തമായിട്ടുള്ള നീക്കവുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇറ്റലി ഈ കപ്പലുകൾക്ക്, ഈ ബോട്ടുകൾക്ക് നേരത്തെ അകമ്പടി സേവിച്ചിരുന്നു. അവരുടെ കപ്പലുകൾ അയച്ചുകൊണ്ട് അത് പിൻവലിക്കാനുള്ള ഒരു തീരുമാനം ഇറ്റലി കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ രക്തരൂഷിതമായിട്ടുള്ള, മുമ്പൊക്കെയും ഈ ഇത്തരം ഫ്ലോട്ടിലുകൾക്ക് നേരെ തുറന്ന വെടിവെപ്പ് നടത്തുകയും നിരവധി പേർ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തീക്ഷ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുമോ എന്ന ഒരു ആശങ്ക ലോകതലത്തിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു നിലയ്ക്കും ഈ ചെറുകിട ബോട്ട് വ്യൂഹത്തിനെ മുന്നോട്ട് നീങ്ങാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ സേന നിലയുറപ്പിച്ചിരിക്കുന്നത്. നാവികസേന അതിന്റെ കപ്പലുകൾ വിവരങ്ങൾ നൽകിയത്. ദുബൈയിൽ നിന്ന് സുമൂദ് ഫ്ലോട്ടില സംഘത്തെ പ്രവേശിക്കാൻ അനുവദിക്കില്ല, പ്രത്യേക പരിധിക്കപ്പുറമെന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുക. ഇതിനു മുൻപ് ഇത്തരം സന്നദ്ധ സംഘങ്ങളുടെ ബോട്ടുകളെ ആക്രമിക്കുക കൂടി ചെയ്ത പാരമ്പര്യം ഇസ്രായേലിനുണ്ട് എന്ന് നമുക്കറിയാം. ഇതിന് മുൻപ് വന്ന ഫ്ലോട്ടിലെ തടയുകയും ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. ഇങ്ങനെ വരാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ കൊടുത്തിരിക്കുന്നത്. ഇസ്രായേലിന് നയതന്ത്രപരമായ നിയന്ത്രണമില്ലാത്ത സ്ഥലത്ത് പോലും അവർ ഈ തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗസയിലേക്കും പോകാൻ ആരെയും അനുവദിക്കില്ല, ഞങ്ങൾക്ക് ആക്രമിക്കാനുള്ള സ്ഥലമാണത് എന്നതാണ് ഇസ്രായേൽ അക്കാര്യത്തിൽ എടുത്തു പോരുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഫ്ലോട്ടില അവിടേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെയാണ്. പക്ഷേ ഇസ്രായേൽ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വന്നാൽ തടയുമെന്നാണ് അവർ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്. സ്വാഭാവികമാണ് ഇസ്രായേൽ അതിനെ ആക്രമിക്കുമെന്ന് മാത്രമേ നമുക്ക് ഉറ്റുനോക്കാനുള്ളൂ. ഒരു പക്ഷേ അവിടെയുള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത, അവരെ തടങ്കലിൽ വയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് കാണേണ്ട കാര്യം. എന്തായാലും ഇതൊരു വളരെ ഒരു ചരിത്രപ്രസിദ്ധമായിട്ടുള്ള നിമിഷമാണ്. ഇതിനു മുൻപ് പലപ്പോഴായി പല സംഘങ്ങൾ ഇവിടേക്ക് വരാനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ, പക്ഷെ അത് അംഗീകരിച്ചിട്ടില്ല. ഈ ഫ്ലോട്ടിലയുടെ വരവിനെ അന്താരാഷ്ട്ര സമൂഹം എങ്ങനെയാണ് കാണുന്നത്, MCA? അന്താരാഷ്ട്ര സമൂഹം, സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ ഈ ഫ്ലോട്ടിലുകൾക്ക് അകമ്പടി സേവിക്കാൻ വേണ്ടി കപ്പൽ വ്യൂഹത്തെ അയച്ചിട്ടുണ്ട്. ഒരു നിലയ്ക്കും ഇത്തരം ഈ ഒരു സംഘത്തിന്റെ ഐക്യദാർഢ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഫ്ലോട്ടിലേക്ക് നേരെ ഒരു നിലയ്ക്കുള്ള അക്രമവും പാടില്ല. അത്തരമൊരു ആക്രമണം നടക്കുകയാണെങ്കിൽ അത് ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് സ്പെയിൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ പല രാജ്യങ്ങളും ഈ സംഘത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ അവകാശമാണ് ഈ ഒരു സന്നദ്ധത, ഐക്യദാർഢ്യം അറിയിക്കുക എന്നത്. ആ അവകാശത്തെ
ഇസ്രായേൽ മാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പൗരന്മാർ ഉൾപ്പെട്ട ഈ ഒരു സംഘത്തിന് നേരെ ആ അർത്ഥത്തിലുള്ള ഏതെങ്കിലും ഹിംസാത്മകമായിട്ടുള്ള ആക്രമണമോ നടപടിയോ ഉണ്ടാവുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇറ്റലിയുടെ പൊടുന്നനെയുള്ള പിന്മാറ്റം എന്നത് അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന വിലയിരുത്തലുകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു 20 ദിന പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം നിർത്താനുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ പ്രകോപനപരമായിട്ടുള്ള ഒരു നീക്കങ്ങൾ നടത്തരുത്, അതുകൊണ്ട് ഫ്ലോട്ടില അതിന്റെ യാത്ര അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇറ്റാലിയൻ നേതൃത്വം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ നേരത്തെ അകമ്പടി ആയിട്ട് നിലയുറപ്പിച്ചിരുന്ന ആ കപ്പലിനെ തിരിച്ചു വിളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഒരു നിലക്കും തങ്ങൾ പുറകോട്ടില്ല. ഗസയിൽ പിന്നിട്ട് 2 കൊല്ലമായി തുടരുന്ന ശക്തമായിട്ടുള്ള ഉപരോധം ലംഘിച്ചുകൊണ്ട് തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഫലസ്തീനിലെ ദുരിതം പേറുന്ന ഈ മനുഷ്യർക്കിടയിൽ വിതരണം ചെയ്യും. ആ ലക്ഷ്യത്തിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കാൻ ലോകത്തെ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന വളരെ ശക്തമായിട്ടുള്ള വാക്കുകളാണ് ഈ ഫ്ലോട്ടില ഗസയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിനെ തടയുമെന്ന കാര്യം ഉറപ്പ്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത് ദുബായിൽ നിന്ന്.